ഇനി ഇങ്ങനെയല്ലേ ഇതിൻ്റെ സെറ്റപ്പ്? ഓ ഇത് ഇങ്ങനെയല്ലടാ. അപ്പോൾ നമ്മുടെ അൺബോക്സിങ് പരിപാടിയിൽ ചെറിയൊരു പാളിച്ച പറ്റിയിട്ടുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ഉപയോഗങ്ങളുണ്ട് ആ പെട്ടി താഴ്ചാടി. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അൺബോക്സിങ് ആയിട്ടാണ്. നമ്മൾ ഒരു പ്രൊഡക്റ്റ് ഇപ്പോൾ മേടിച്ചിട്ടുണ്ട്. അത്യാവശ്യം പഴയൊരു പ്രൊഡക്റ്റാണ്. ഓൾമോസ്റ്റ് വീഡിയോസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും ഓൾറെഡി. എന്നാലും ഇപ്പോൾ നമ്മൾ മേടിച്ച സ്ഥിതിക്ക് നമുക്ക് ഇതിൻ്റെ ഒരു അൺബോക്സിങ്ങും അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. ഞാൻ ഇതുവരെ ഈ ബോക്സ് പൊട്ടിച്ചിട്ടില്ല. അപ്പോൾ ഇത് പൊട്ടിച്ച് കഴിഞ്ഞിട്ട് ഇതിനകത്ത് എന്താണുള്ളതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതായാലും അൺബോക്സ് ചെയ്യാം. സത്യത്തിൽ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ആവശ്യകത നമുക്കില്ല. വെറുതെ ഒരു എന്താ പറയുക, ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമുക്കൊരു മൂപ്പിൻ്റെ പുറത്ത് മേടിച്ച് വയ്ക്കാം എന്നല്ലാതെ ഇതുകൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് ഉപയോഗമൊന്നുമില്ല. അത് പൊട്ടിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഉപയോഗമുള്ളവർ വേറെ ടീംസാണ്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ബോക്സ്. നമ്മളത് ഓപ്പൺ ചെയ്ത് അയ്യോ, അപ്പോൾ പെട്ടി മാത്രമേ വലുപ്പമുള്ളൂ. പെട്ടിക്കകത്ത് എന്തിരിക്കുന്ന സാധനം ചെറുതാണ്. അപ്പം നിങ്ങൾക്ക് സംഗതി മനസ്സിലായില്ലേ എന്താ സാധനം എന്നുള്ളത്. നമുക്ക് ഇനി ഇതൊന്ന് ഓപ്പൺ ചെയ്യാം. ഇതെങ്ങനെ ഓപ്പൺ ചെയ്യുമെന്നുള്ളതും ഒരു ചോദ്യമാണ്. ഓക്കെ, ഇവിടെയാണെന്ന് തോന്നുന്നു. പൊളിഞ്ഞ് കയ്യിലിരിക്കുമോ? അയ്യോ, കയറിയോ? അയ്യോ, അപ്പോൾ ഇതാണ് നമ്മുടെ ബോക്സ്. ബോക്സിൽ നിന്ന് നമ്മൾ പിതുക്കിനെ എടുക്കുന്നു. പോരുന്നില്ലല്ലോ. ഇനി വേറെ ടെക്നോളജി വല്ലതും ഉണ്ടോ? ഇനി ഇങ്ങനെയല്ലേ ഇതിൻ്റെ സെറ്റപ്പ്? ഓ ഇത് ഇങ്ങനെയല്ലടാ. അപ്പോൾ നമ്മുടെ അൺബോക്സിങ് പരിപാടിയിൽ ചെറിയൊരു പാളിച്ച പറ്റിയിട്ടുണ്ട്. ഇത് ഇവിടുന്ന് ഇങ്ങനെയായിരുന്നു. അതിനകത്ത് ഇവിടെ ഒരു ലിസൺ കോൾ ലൈവ് സ്ട്രീം എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സാധനം ഇങ്ങനെയായിരുന്നു തുറക്കേണ്ടത്. അപ്പോൾ എല്ലാവർക്കും സംഗതി മനസ്സിലായില്ല. നമ്മുടെ റെയ്ബാനും മെറ്റയും കൂടി കൊളാബ് ചെയ്തിട്ട് വന്നിട്ടുള്ള നമ്മുടെ മെറ്റയുടെ സ്മാർട്ട് ഗ്ലാസ്, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, സ്മാർട്ട് ഗ്ലാസ്സോ AI ഗ്ലാസ്സോ അങ്ങനെ എന്തുവേണമെങ്കിലും വിളിക്കാം. ഞാൻ പറഞ്ഞില്ല, ഇത് പല തരത്തിലും ഉപയോഗിക്കാം. നമുക്ക് AIയുടെ സാങ്കേതിക വിദ്യ ഉപയോഗിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ ഉപയോഗിക്കാം, ഫോട്ടോസ് എടുക്കാൻ ഉപയോഗിക്കാം, പാട്ട് കേൾക്കാൻ ഉപയോഗിക്കാം, കോള് വിളിക്കാൻ ഉപയോഗിക്കാം. അങ്ങനെ പലതരത്തിലുള്ള ഉപയോഗങ്ങളുണ്ട് ആ പെട്ടി താഴ്ചാടി. പെട്ടിയിലൊന്നുമില്ല, കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ പലതരത്തിലുള്ള ഉപയോഗങ്ങൾ ഇതുണ്ട്. നമുക്ക് പ്രത്യേകിച്ച് ഉപയോഗമൊന്നുമില്ല. PIV ഷോട്ട്സൊക്കെ എടുക്കുക, അതേപോലെ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒത്തിരി പേർക്ക് യൂസ്ഫുള്ളാവും. നമുക്ക് നോക്കാം. ഏതായാലും നമ്മളല്ലേ ഇതേപോലെ ഓഫറിൽ വന്ന സമയത്ത് നമ്മൾ ചുമ്മാ എടുത്തു എന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ബോക്സിൽ വന്നിട്ടുള്ള നമ്മുടെ മെയിൻ സാധനം ഇതാണ്. ഇനി നമുക്ക് ബോക്സിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു സാധനം അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഐ തിങ്ക് ഇത് നമ്മുടെ തുടയ്ക്കുന്ന ക്ലോത്താണ്. നമ്മുടെ ഗ്ലാസ് ക്ലീൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ക്ലോത്ത് പോലെ. ക്ലോത്തുമ്പോൾ പൊടിയായി കഴിഞ്ഞാൽ പോയില്ലേ. ഇപ്പറ സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഗെറ്റ് സ്റ്റാർട്ടഡ്. എന്താണ്, എങ്ങനെയാണ് ഇതിൻ്റെ പരിപാടി എന്നൊക്കെ എഴുതിയേക്കുന്നതാണ്. ഇതിൻ്റെ വർക്കിങ്ങും ഇതിനകത്ത് എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതെങ്ങനെ യൂസ് ചെയ്യണം, സ്കാൻ ചെയ്യുക, പിന്നെ ചാർജ് ചെയ്യുന്നത് എങ്ങനെ, ഫുൾ ചാർജ് ആയത് എങ്ങനെ എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ വന്നിട്ട് നമുക്ക് വാണ്ട് യു ഗ്ലാസസ് വിത്ത് പ്രിസ്ക്രിപ്ഷൻ ആൻഡ് ലെൻസസ്. ഓക്കെ, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സെയിം ഗ്ലാസ്സല്ല ഫ്രെയിമിനകത്ത് നമുക്കിപ്പോൾ കാഴ്ചയ്ക്ക് ഇഷ്യൂ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രിഫേർഡ് ആയിട്ടുള്ള ഗ്ലാസ്, ഇപ്പോൾ ഡോക്ടറൊക്കെ സജസ്റ്റ് ചെയ്തിരിക്കുന്ന ഗ്ലാസിൻ്റെ പവർ ഉണ്ടാവില്ല, ആ പവർ വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഫ്രെയിമിൽ ഇവർ തന്നെ നമുക്ക് സെറ്റ് ചെയ്ത് തരും. നമ്മൾ അതിന് വേണ്ടിയിട്ട് ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമ്മുടെ കൊടുക്കണം. ഇവരുമായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ചെയ്തു തരും. ഇത് സേഫ്റ്റി ആൻഡ് വാറണ്ടി കാർഡാണ്. അപ്പോൾ ഇനി വേറൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഇനി വേറൊന്നുമില്ല. ക്ലോത്ത് പോകരുത്, ഇത് അത്രേ ഉള്ളൂ. വേറൊന്നും ഇതിനകത്തില്ല. നമ്മുടെ മെയിൻ സംഭവം ഇതിൻ്റെ ഉള്ളിലായിരിക്കണേ. അപ്പോൾ നമുക്കിങ്ങനെ തുറക്കുമല്ലേ. അപ്പോൾ ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ
ഇതും പിടിച്ചുകൊണ്ട് നമുക്ക് തുറക്കാൻ പറ്റില്ല. അപ്പോൾ ഇനി നിങ്ങൾ കാണാൻ പോകുന്ന വിഷയം നമ്മുടെ ഇനി നിങ്ങൾ കാണാൻ പോകുന്ന വിഷ്വൽസ് നമ്മുടെ ഈ കുഞ്ഞൻ ക്യാമറ കൊണ്ട് എടുക്കുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് ഏതായാലും അതിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ സംഭവം. നമുക്ക് ഏതായാലും തുറക്കാം. അയ്യോ, ഇത് ലൈറ്റ് വല്ലതാണോ? ഇതൊരു ലൈറ്റാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റണമെന്ന് എനിക്ക് അറിയത്തില്ല. അതിപ്പോൾ എങ്ങനെ നിങ്ങളെ കാണിക്കും? കാണുന്നുണ്ടോ? ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല. അത് അടുത്തേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ തുറന്നു അടച്ചു. കേട്ടോ, ഒരു റെഡ് ലൈറ്റാണ് ഈ കാണുന്നത് കേട്ടോ. ഇതൊരു റെഡ് ലൈറ്റാണ്. നമ്മളിത് ഓപ്പൺ ചെയ്യുന്നു. അത്യാവശ്യം ക്വാളിറ്റി ഉള്ളൊരു കവറിലാണ് സാധനം വന്നിട്ടുള്ളത്. ഈ റെഡ് ലൈറ്റ് കത്തുന്നുണ്ടോ, കത്തിക്കിടക്കുവാണെന്ന് എനിക്ക് തോന്നുന്നു. അതിന് മുമ്പായിട്ട് ഇത് നമ്മുടെ ചാർജിങ് കേസാണ്. നമ്മുടെ സീപോർട്ടാണ് ചാർജിങ് കേസ് വന്നിട്ടുള്ളത്. മനസ്സിലായില്ലേ? ഇനി നമ്മൾ തുറക്കുക. ഇവിടെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്, മുകളിലേക്ക് വലിക്കാൻ. ദൈവമേ, എന്ത് പറ്റിയെന്ന് അറിയില്ല. ആ സ്റ്റിക്കർ ഏതായാലും ഞാൻ വലിച്ചു പറിച്ചെടുത്തു. ഓക്കേ, അപ്പോൾ ഇത്രയും ഉള്ളൂ നമ്മുടെ ഈ സാധനം. നമുക്കപ്പോൾ ചാർജിങ് കേബിൾ ഇതിനകത്ത് വരുന്നില്ലേ? വൈ ദേ ഡിഡ്ന്റ് ഗിവ്? ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ കേസിനകത്ത് വന്നിട്ടുള്ള ഈ ഒരു പോയിന്റിലാണ് നമ്മുടെ ചാർജിങ്ങിൻ്റെ, നമ്മുടെ നോർമലി വാച്ചൊക്കെ ചാർജ് ചെയ്യുന്ന പോലെ നമ്മുടെ ഗ്ലാസിൻ്റെ ഈ ഒരു പോയിന്റിൽ നമ്മുടെ ചാർജിങ്ങിൻ്റെ ഇത് വരുന്നുണ്ട്. അത് നമ്മൾ ഇതിനകത്തേക്ക് വെച്ച് കഴിയുമ്പോൾ ചാർജ് ആവും എന്നതാണ് ഇതിൻ്റെ അനുമാനം എന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്ലാസ്. ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ്സാണ് ഞാൻ ഓർഡർ ചെയ്തത്. കാരണം ഇതാകുമ്പോൾ നമുക്ക് എവിടെ വേണമെങ്കിലും വെച്ചിട്ട് പോകാം. കൂളിംഗ് ഗ്ലാസ് വെച്ചുകൊണ്ട് ചില പരിപാടിക്കൊക്കെ ചെല്ലുമ്പോൾ അത് ചിലപ്പോൾ വിയേഡായിരിക്കും ആ ഒരു സിറ്റുവേഷൻ. അപ്പോൾ അത് കാരണമാണ് ഞാൻ പ്ലെയിൻ ഗ്ലാസ് ഓർഡർ ചെയ്യാൻ കാരണം. കൂളിംഗ് ഗ്ലാസ് നമുക്ക് വേറെ കുറേ ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഇതും അങ്ങോട്ട് വരാം. അപ്പോൾ ഇത് എങ്ങനെ വർക്ക് ചെയ്യും, എത്രത്തോളം ചാർജ് ഉണ്ട് എന്നൊന്നും എനിക്കറിയില്ല. അതിപ്പോൾ ഇതാണ് നമ്മുടെ ഐറ്റം. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ രണ്ടും ക്യാമറയാണോ ലൈറ്റ് ആണോ എന്നൊന്നും എനിക്കറിയത്തില്ല. അങ്ങനെ രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഞാൻ പറഞ്ഞില്ല, അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് റിവ്യൂ ഇടുന്ന സമയത്ത് ഇടാം. ഇങ്ങോട്ടേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ റൈബാൻ്റെ ബാഡ്ജ് ഉണ്ട്. അതേപോലെ ഗ്ലാസ്സിലും റൈബാൻ്റെ ബാഡ്ജിങ് ഉണ്ട്, രണ്ട് സൈഡിലും ഉണ്ട്. ഈ ഒരു പോർഷനിൽ സ്വിച്ച് വന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു പോർഷനിലാണ് തോന്നുന്നു എനിക്ക് ടച്ച് പാഡോ കാര്യങ്ങളോ എന്തോ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഐറ്റം. ഓക്കെ, ഇത് വർക്കിംഗ് ആണെന്ന് തോന്നുന്നുണ്ട്. ഇതിനകത്തൊരു നീല ബ്ലൂ ലൈറ്റ് മിന്നുന്നുണ്ട്. ഇത് ഓണാണോ ഓഫാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇനി ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് 12 മെഗാ പിക്സലിൻ്റെ ഒരു ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ 2 ഓപ്പൺ സ്പീക്കറും 5 മൈക്കുമാണ് വന്നിട്ടുള്ളതെന്നാണ് അറിഞ്ഞത്. 2 ലെഗിലായിട്ട് 2 മൈക്കും പിന്നെ നോസിൻ്റെ അടുത്തൊരു മൈക്കും, അങ്ങനെ 5 മൈക്കും 2 ഓപ്പൺ സ്പീക്കേഴ്സ്. എനിക്ക് തോന്നുന്നു ഇതാണ് നമ്മുടെ സ്പീക്കർ വന്നിട്ടുള്ളത്. കാണാമെന്ന് വിചാരിക്കുന്നു. ഇതേപോലെ ഈ സൈഡിലും വന്നിട്ടുണ്ട്. മൈക്ക് എവിടെയാണ് കൊടുത്തിരിക്കുന്നതെന്ന് നോക്കണമെങ്കിൽ ഇവിടെ സ്പീക്കർ കാണിക്കുന്നുണ്ട് കേട്ടോ. അത് ഈ സ്പീക്കറിൻ്റെ ബാക്കി പോർഷൻ ആവാനാണ് സാധ്യത. മൈക്ക് 5 എന്ന് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഇവിടെ ഒരു ഹോൾ വന്നിട്ടുണ്ട്, ഇവിടെയും ഒരു ഹോൾ വന്നിട്ടുണ്ട്. അത് മൈക്കാണോ എന്ന് അറിയത്തില്ല. പിന്നെ നോസിൻ്റെ ഇവിടെ ഒരു ഹോൾ വന്നിട്ടുണ്ട്. അങ്ങനെയാണ് അത് പറഞ്ഞത്. അപ്പോൾ 12 മെഗാ പിക്സലിൻ്റെ ഒരു ക്യാമറയും ഇതേപോലെ 2 സ്പീക്കർ 5 മൈക്ക്, ഇത്രയാണ് ഇതിനകത്ത് ഇൻബിൽഡായിട്ട് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 32 GB ഒരു സ്റ്റോറേജും ഈ ഒരു ഗ്ലാസ്സിന് വന്നിട്ടുണ്ട്. നമ്മുടെ വീഡിയോയുടെ ഭാഗത്തേക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് 120 FPS എനിക്ക് തോന്നുന്നു 720 ആണ് നമുക്ക് റെസൊല്യൂഷനിലാണ് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. 1080 നമുക്ക് 60 FPS 30 FPS നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. ഇവർ പറയണത് ഓൾമോസ്റ്റ് നമുക്ക് 32 GB ഇൻബിൽഡ് സ്റ്റോറേജ് തന്നേക്കുന്നതിൽ 500+ ഫോട്ടോസും അതേപോലെ 30 സെക്കൻഡ്സിൻ്റെ 100+ വീഡിയോസും എടുക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കണ്ടിന്യൂസ് വീഡിയോസ് എടുക്കുമ്പോൾ എത്ര നേരം കിട്ടുമെന്ന് അറിയില്ല. അപ്പോൾ അത്രയൊക്കെയാണ് ഇതിനകത്ത് സ്റ്റോറേജും അതേപോലെ ബാറ്ററി ലൈഫും കൂടെ കൂട്ടിയിട്ടായിരിക്കും അവരത് പറയാനുള്ള കാരണം. വെയ്റ്റിൻ്റെ ഭാഗത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് 2 സൈസിൽ അവൈലബിൾ ആണ്, സ്റ്റാൻഡേർഡും ലാർജും. ഇത് സ്റ്റാൻഡേർഡ് സൈസാണ്. ഇതിൻ്റെ വെയ്റ്റ് ഓൾമോസ്റ്റ് 48 ഗ്രാംസ് ആണ്. ലാർജ് ആണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു 50 ഗ്രാംസ് ആണ്. കേസിൻ്റെ കൂടെ കൂടി വരുമ്പോൾ 133 ഗ്രാംസ് ആണ് ഇതിൻ്റെ വെയ്റ്റ് വന്നിട്ടുള്ളത്.
ഇനി ഇതിൻ്റെ ബാറ്ററി ലൈഫിൻ്റെ ഭാഗത്തേക്കാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു 3.5 ആണോ 4 hours ആണോ ഫുള്ളി ചാർജ് ആവാനായിട്ട് വേണം. അത് ഫുള്ളി ചാർജ് ആയി കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 32 or 36 hours എന്തോ നമുക്ക് യൂസ് ചെയ്യാമെന്നാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നു 36ഉം 32ഉം വരുന്നത് വിത്ത് കേസ് ആയിരിക്കും. നമ്മൾ ഗ്ലാസ് മാത്രമായിട്ടാണെന്നുണ്ടെങ്കിൽ മാക്സിമം 8 hours ഒക്കെയാണ് ഞാൻ കേട്ടത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഉപയോഗിച്ചതിന് ശേഷം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം. ഇത് കമ്പനി പറഞ്ഞിട്ടുള്ളൊരു അറിവാണ് നമുക്ക് ഇത്ര നേരം നമുക്ക് നിൽക്കുമെന്നുള്ളതൊക്കെ. അതേപോലെ അവർ ഇതിനൊരു മിനിമം കോമ്പാക്റ്റബിലിറ്റി പറഞ്ഞിട്ടുണ്ട്. ആൻഡ്രോയിഡ് ആണെന്നുണ്ടെങ്കിൽ 10ന് മുകളിലും iOS ആണെന്നുണ്ടെങ്കിൽ 15ന് മുകളിലും ഉണ്ടെങ്കിലാണ് ഈ സാധനം നമ്മുടെ ഇതായിട്ട് സപ്പോർട്ട് ആവുള്ളൂ. പിന്നെ ഇതിൻ്റെ കംഫർട്ടിൻ്റെ ഭാഗത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് എൻ്റെ ഫേസിൽ വെച്ചിട്ടുള്ള അവസ്ഥ. നിങ്ങൾക്ക് കാണാമെന്ന് കരുതുന്നു. വലിയ വൃത്തികേടൊന്നും എനിക്ക് തോന്നുന്നില്ല. ഫ്രെയിമിന് വലിപ്പം കുറച്ച് കൂടുതലുണ്ട്, പക്ഷേ എന്നാലും അത് വൃത്തികേടായിട്ട് തോന്നുന്നില്ല. അപ്പോൾ മറ്റേ പറഞ്ഞില്ല, ലൈറ്റ് വെയിറ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നു. ഒത്തിരി വലിയൊരു സാധനം കണ്ടിരിക്കുന്ന ഫീലോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഗ്ലാസ് ആണെന്നുണ്ടെങ്കിൽ പക്ക ക്ലിയറാണ്. നല്ല എന്താ പറയുക, വിസിബിലിറ്റിയും കാര്യങ്ങളും നമുക്ക് വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ ഇതാണ് എൻ്റെ നമ്മുടെ കംഫർട്ടിൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ. പിന്നെ നമ്മുടെ മെയിൻ കാര്യം ഇതിൻ്റെ എന്താ പറയുക, മെഹർ അല്ലെങ്കിൽ നമ്മുടെ ഇതിൻ്റെ വില എന്ന് പറയുമ്പോൾ അതിൻ്റെ Gen 2 ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓഫറിൽ ഓൾമോസ്റ്റ് 370 സംതിങ്. ഞാൻ കറക്റ്റായിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇപ്പോൾ ഓഫർ ആയതുകൊണ്ടിട്ടാണ് 370 വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഓൾമോസ്റ്റ് ഒരു 35,000 മുകളിൽ വരും. 40,000 രൂപയുടെ അടുത്ത് വരും. ഓഫർ അല്ലാതിരുന്ന സമയത്ത് 40,000 മുകളിലായിരുന്നു ഇതിൻ്റെ റേറ്റ്. ഇപ്പോൾ ഓഫറിലുള്ള കാരണം ഇത് Gen 1 ആണ്. Gen 1ൻ്റെ റേറ്റ് ഓൾമോസ്റ്റ് 22,000 മുകളിൽ, ഓൾമോസ്റ്റ് 26 വരില്ലാന്ന് തോന്നുന്നു. 25,000 അടുത്ത് വരും ഓൾമോസ്റ്റ് ഓഫറിൽ. ഓഫർ അല്ലാന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് 30,000 മുകളിൽ വരും. അപ്പോൾ അതാണ് ഇതിൻ്റെ പ്രൈസ്. ഇതങ്ങനെ ഇത്രയും കാശ് കൊടുത്ത് മേടിച്ച് വെക്കേണ്ട കാര്യം നമുക്ക് ആർക്കും ഇല്ല എന്നാണ് എൻ്റെ ഒരു അനുമാനം. പിന്നെ ഇതേപോലെ ആരും അറിയാതെ കണ്ടൻറ് ക്രിയേഷൻസോ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇത് യൂസ്ഫുള്ളാവും. നമുക്ക് എത്രത്തോളം യൂസ്ഫുള്ളാവുമെന്ന് അറിയില്ല. ഏതായാലും ഉപയോഗിച്ച് നോക്കിയിട്ട് ഞാൻ ഇതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഞാൻ പറയാം, എത്രത്തോളം വിഷ്വൽ ക്വാളിറ്റി ഉണ്ടെന്നുള്ളതും. അതേപോലെ നമുക്ക് ഈ ഒരു ക്യാമറയായിട്ട് വെച്ച് നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാം. ഇത് Insta360യുടെ Go 3S എന്ന് പറഞ്ഞൊരു മോഡലാണ്. ഞാൻ ഇതിൻ്റെ റിവ്യൂ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ രണ്ടിൻ്റെയും വിഷ്വൽസ് തമ്മിലും കമ്പയർ ചെയ്തൊരു വീഡിയോയും കാര്യങ്ങളൊക്കെ എന്തായാലും ഞാൻ പോസ്റ്റ് ചെയ്യും. ഞാനിതേപോലെ യൂസ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഹാൻഡ്സ് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ക്യാമറ മേടിച്ചത്. അപ്പോൾ ഇതും ആ ഒരു ലക്ഷ്യത്തിൽ തന്നെയാണ് മേടിച്ചിട്ടുള്ളത്. എന്നാലും പക്ഷേ ഇതിനകത്ത് നമുക്ക് ഹൊറിസോണ്ടലി ഉള്ള വിഷ്വൽസ് എടുക്കാൻ പറ്റില്ല, വെർട്ടിക്കലി മാത്രമാണ് കിട്ടത്തുള്ളൂ. പക്ഷേ മറ്റേതാകുമ്പോൾ നമുക്ക് ഹൊറിസോണ്ടലി വെർട്ടിക്കലി അങ്ങനെ പലതരത്തിലുള്ള യൂസേജ് ഉണ്ട്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഡീറ്റെയിൽ റിവ്യൂ എന്തായാലും ഞാൻ ഇടുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഫസ്റ്റ് ഇംപ്രഷനിൽ എനിക്ക് പറയാനുള്ളത്. ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ല, എനിക്ക് തോന്നിയൊരു അപാകത ഇതിനകത്ത് കേബിൾ വന്നിട്ടില്ല. അപ്പോൾ അതറിയാവുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ഇടാം. വിത്ത് കേബിളാണോ എന്നെയെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിനെക്കുറിച്ചുള്ള ഫസ്റ്റ് ഇംപ്രഷനിൽ പറയാനുള്ളത്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ വൈകാതെ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ സ്റ്റേ ട്യൂൺ ഫോർ ദ ഡീറ്റെയിൽഡ് വീഡിയോ. Bye bye.